ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞായറാഴ്ച പോയിട്ടുള്ള ഒരു വ്ളോഗാണ്. ഞങ്ങൾ ഫ്രണ്ട്സും ഫാമിലീസൊക്കെ കൂടിയിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കോയമ്പത്തൂരുള്ള ഇഷ ഫൗണ്ടേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 10 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ തന്നെ കാറിലാണ് ഞങ്ങൾ പോണത്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് വണ്ടിയിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തുനിന്നൊന്നും വെള്ളമൊന്നും കുടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം വീട്ടിൽ നിന്ന് തന്നെ കേട്ടോ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എങ്ങോട്ടെങ്കിലും പോകുമ്പോഴെങ്കിലും കുറച്ച് ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങി കഴിച്ചുകൂടായിരുന്നു. പുറത്തുനിന്ന് വാങ്ങി കഴിക്കാറുണ്ട്, പക്ഷെ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ കൊണ്ട് പോവല്ലേ, അപ്പോൾ അവർക്ക് ഇനി ഫുഡിൻ്റെ പ്രോബ്ലംസ് ഒന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ ദൂരം യാത്ര ചെയ്യുമ്പോൾ എനിക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ അതിനുള്ള ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ റീൽസ്, യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസൊക്കെ കാണുമ്പോൾ അവിടെ പോയിട്ട് അതൊന്ന് കാണണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോഴാണ് അത് സാധിച്ചിട്ടുള്ളത്. ഇഷ ഫൗണ്ടേഷൻ്റെ യോഗ സെൻറ്റർ എന്നതിലുപരി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ശിവൻ്റെ വലിയ പ്രതിമ ഉള്ള ഒരു അമ്പലമാണെന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോഴാണ് ഇതൊരു യോഗ സെൻറ്ററാണ്, അതൊരു വലിയ അർത്ഥകായ പ്രതിമയാണ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായത്. പിന്നെ നമ്മൾ പോണ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അട്ടപ്പാടി റൂട്ടിനാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കാട്ടിനുള്ളിലൂടെ പോകുമ്പോൾ നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും ഞങ്ങളെ കൊണ്ടുപോയിട്ടുള്ളത് കേട്ടോ. ചുരം കയറി പോകുന്ന സമയത്ത് റോഡ് സൈഡിലൊക്കെ നമുക്ക് ഓരോ ബോർഡുകളൊക്കെ കാണാൻ പറ്റും. അപ്പോഴാണ് എനിക്ക് ശരിക്കും കത്തിയിട്ടുള്ളത്, ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നൊക്കെ തോന്നി. അങ്ങനെ നമ്മൾ 2-3 വളവ് കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് വണ്ടി സൈഡാക്കിയിട്ട് എല്ലാവരും ഇറങ്ങി. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പിന്നെയും യാത്ര തുടരാമെന്ന് കരുതിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഉപ്പിലിട്ട കൈതച്ചക്കയും മാങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് കുരങ്ങന്മാരെ ശല്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആ ലൈറ്റിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ KSRTC ഇങ്ങനെ വളവ് തിരിഞ്ഞ് ഒടിഞ്ഞ് വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് സമയമൊക്കെ നമ്മൾ അവിടെ നിന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഒരുപാട് വണ്ടികളൊക്കെ അവിടെ വന്ന് സൈഡാക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന ആൾക്കാരാവും. അങ്ങനെ നമ്മൾ മാങ്ങയും കൈതച്ചക്കയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇറങ്ങി നിന്നിട്ടുള്ളത്. പക്ഷേ കയ്യിൽ വാങ്ങിയതേ ഓർമ്മയുള്ളൂ. കുരങ്ങന്മാർ നമ്മളെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ആ വണ്ടീൻ്റെ സൈഡിലായിട്ട് കുറേ വടികളൊക്കെ ചാരി വെച്ചിട്ടുണ്ട്. ഇവർ ശല്യപ്പെടുത്താൻ വരുമ്പോൾ ആട്ടി ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളിത് വാങ്ങി കഴിക്കാൻ നേരത്ത് ഞങ്ങളെ പിന്നാലെ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളെയും മക്കളെയൊക്കെ നമ്മൾ വണ്ടിയിൽ പെറുക്കിയിട്ടിട്ട് വണ്ടിയിൽ ഇരുന്നിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവരൊരു വിധത്തിലും നമ്മളെ കഴിക്കാൻ സമ്മതിക്കില്ല. പിന്നെ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും വരി വരിയായിട്ട് ആൾക്കാർ വന്ന് നിൽക്കും. അതുകൊണ്ട് നമുക്കത് അവർക്ക് കൊടുക്കാനും പറ്റില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വണ്ടിയിൽ കയറിയിരുന്നു. പക്ഷേ കാറിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരാൾ കാവലിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് കയ്യിലുള്ള സാധനം കിട്ടാതെ പോകില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കാവലിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെയും പോന്നു. അങ്ങനെ കുറേ ദൂരം പോന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഷോപ്പ് കണ്ടിട്ടുള്ളത്. കാട്ടുതേൻ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് തേനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. തേനിലിട്ട് വെച്ചിട്ടുള്ള ചക്ക, കാട്ടുനെല്ലിക്ക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നല്ല റേറ്റും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ പ്രൊഡക്റ്റിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഏകദേശം ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫുഡും കാര്യങ്ങളും പ്ലേറ്റും എല്ലാം നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരൊറ്റ പോരലായിരുന്നു. പിന്നെ എവിടെയും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. നേരെ ഈ ഒരു സ്റ്റാച്യൂവിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അൻവിക്കുട്ടനൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങി നീച്ചിട്ട് പിന്നെ ആൾ ഷൂ ഒക്കെ ഇട്ടിട്ട് റെഡിയാവാണ്. ഷൂ ഒക്കെ വണ്ടിയിൽ കയറിയ സമയത്ത് തന്നെ അഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അവന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇത്രയും ദൂരം അവനെയും കൊണ്ട് പോരുമ്പോൾ ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് വലിയ കുഴപ്പമൊന്നുമില്ല. കണ്ണടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ടൂറ് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇട്ടിട്ടാണ് ആൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത് 2ാമത്തെ സ്പോട്ടിലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്പോട്ടൊക്കെ കംപ്ലീറ്റ് ഫുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 1/2 കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു കേട്ടോ ഈ സ്റ്റാച്യൂവിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഞാൻ ഇത് നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്ന് സൂം ചെയ്തിട്ടൊരു വീഡിയോ എടുത്ത് നോക്കിയതാണ്. കുറേ ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്.
ഇഷ ഫൗണ്ടേഷൻ്റെ യോഗ സെൻറ്റർ ഇതിന് മുന്നിലായിട്ടാണ് കേട്ടോ വരുന്നത്. പക്ഷെ നമ്മൾ പാർക്ക് ചെയ്തത് രണ്ടാമത്തെ പാർക്കിങ്ങിലായതുകൊണ്ട് തന്നെ നമുക്കിനി ഈ സ്റ്റാച്ചു കഴിഞ്ഞിട്ടേ ആ യോഗ സെൻറ്ററിലേക്ക് നടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ബാഗും കാര്യങ്ങളും എല്ലാതും വണ്ടിയിൽ തന്നെ വെച്ചു. ഫോണ് മാത്രമേ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കാളകളെ കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് കഴിക്കാനുള്ളത് നമുക്ക് അവിടെ നിന്ന് തന്നെ പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ കുറേ ദൂരം നടക്കാനുള്ളതുകൊണ്ട് തന്നെ കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോണ് വെർട്ടിക്കലായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടത്. ഹൊറിസോണ്ടലായിട്ടും വീഡിയോ എടുത്തിട്ടുണ്ട്, വെർട്ടിക്കലായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇവിടേക്ക് അങ്ങനെ ഒരു എൻട്രൻസ് ഫീസും കാര്യങ്ങളൊന്നുമില്ല. പാർക്കിങ്ങിൻ്റെ സമയത്ത് കാറിന് 30 രൂപ അങ്ങനെ എങ്ങാണ്ടാണ്. അപ്പോൾ അത്രയും ഒരു ഫീസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ആ യോഗ സെൻറ്ററിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് അവിടേക്കൊന്നും ഫീസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മൊബൈൽ ഫോണും ബാഗൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫ്രീ സർവീസും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ ഏൽപ്പിക്കാനും പറ്റും. പിന്നെ എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന പോലെ ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ച പോലെയൊന്നും ശരിയായിട്ടില്ല. എന്നാലും ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്രതിമ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതം തോന്നി. നല്ല ഹൈറ്റ് ഉണ്ട്, 112 അടി ഉയരത്തിലാണ് കേട്ടോ ഈ ഒരു പ്രതിമ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അത്ഭുതം തന്നെയാണ്. നല്ല വൃത്തിക്ക്, അതായത് സ്റ്റീല് മെറ്റലിൽ ചെയ്തിട്ടുള്ള ഒരു പ്രതിമയാണത്. കണ്ടാൽ നമുക്ക് ഇത് വന്ന് കാണുമ്പോഴേ നമുക്കത് എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. ഈ ഒരു കഴുത്തിൽ കിടക്കുന്ന മാല, കുറേ രുദ്രാക്ഷങ്ങൾ. ഞാൻ ആദ്യം വിചാരിച്ചത് കയറ് പിരിച്ചിട്ട് അങ്ങനെ ഒരു മാലയാക്കി മാറ്റിയതാണെന്നാണ് കരുതിയിട്ടുണ്ടായത്. പക്ഷെ ഇതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴാണ് നമുക്കിത് രുദ്രാക്ഷങ്ങൾ കോർത്തിണക്കിയിട്ട് ചെയ്തിട്ടുള്ള ഒരു മാലയാണെന്ന് മനസ്സിലായത്. ഒരുപാട് രുദ്രാക്ഷം ഉണ്ടാവും, ലക്ഷക്കണക്കിന് ഉണ്ടാവും എന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ മുന്നിലുള്ള ഇഷ ഫൗണ്ടേഷൻ്റെ യോഗ സെൻറ്ററിലേക്കും കൂടി പോകണമായിരുന്നു. അവിടെയാണ് മെഡിറ്റേഷൻസും യോഗേൻ്റെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ശരിക്കും അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം യോഗ സെൻറ്ററിൽ കയറിയിട്ട് ഈ സ്റ്റാച്യൂവിൻ്റെ അടുത്തേക്ക് വന്നാൽ മതിയെന്നു. പക്ഷെ ഞങ്ങൾ നേരെ തലതിരിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത് അവിടെ പാർക്കിങ്ങിൽ സൗകര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് കാളവണ്ടി ഉണ്ട്. ഒരു ഇലക്ട്രിക് വണ്ടി അവിടെ കണ്ടിട്ടുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ കാളവണ്ടികളാണ്. അപ്പോൾ ഒരു 10-20 ആൾക്കാരൊക്കെ ആ ഒരു വണ്ടിയിൽ കയറുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എന്തോ അതിൽ കയറാൻ തോന്നിയില്ല. അത്രയും വെയിറ്റ് ആ ഒരു ഒറ്റ കാളയാണ് വലിച്ചു കൊണ്ടുപോകുന്നത്, അത്രയും ആൾക്കാരത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ആ യോഗ സെൻറ്ററിൽ കയറിയതിന് ശേഷം വീണ്ടും ഈ പ്രതിമേൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. യോഗ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ കാലിലുള്ള കൊലുസ് പോലും അവിടെ ഊരി കൊടുക്കണം. അത്രയും സൈലൻസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ വലിയൊരു ശിവലിംഗം, അതിൽ കുറേ ദീപങ്ങൾ കത്തിച്ചിട്ടുള്ള ഒരു അമ്പലം പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളൊക്കെ കാണാൻ. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ഈ ശിവൻ്റെ സ്റ്റാച്യൂൻ്റെ അടുത്തേക്ക് വന്നു. അവിടെ ലൈറ്റ് ഷോയും കൂടി ഉണ്ടായിരുന്നു. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്നു. കുറേ വെയിറ്റ് ചെയ്തു. 7 മണി എന്നുള്ളത് 8 മണിയായി, പിന്നെ 8:30 പിന്നെ ലാസ്റ്റ് അവർ വിളിച്ച് പറഞ്ഞു ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഇന്ന് ഷോ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സങ്കടപ്പെട്ട് ഇങ്ങനെ തിരിച്ചു പോരുമായിരുന്നു. മെയിനായിട്ട് നമ്മളിത് കാണാൻ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ദൂരം വെറുതെ വന്നത് വേസ്റ്റ് ആയല്ലോ എന്നൊക്കെ വിചാരിച്ച് തിരിച്ചു പോരുമായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് ലൈറ്റ് ഓഫായത്. ഏകദേശം ഞങ്ങൾ വണ്ടീൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ലൈറ്റ് ഓഫായി. ഈ ഒരു ലൈറ്റ് ഷോ തുടങ്ങുകയും ചെയ്തിട്ടോ. ദൂരെ നിന്നിട്ട് ഞങ്ങൾ സൂം ചെയ്തിട്ടൊക്കെ വീഡിയോ എടുക്കാൻ നോക്കി. പിന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറാൻ നിൽക്കുന്ന സമയത്താണ് ഫുള്ള് ലൈറ്റൊക്കെ ഓഫായി ഈ ഒരു ലൈറ്റ് ഷോ തുടങ്ങിയത്. അപ്പോൾ വീണ്ടും അത്രയും ദൂരം അങ്ങോട്ട് തന്നെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ കണ്ടു. പക്ഷേ ഒന്നും ക്ലിയർ ആയിട്ട് നമുക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി മുന്നിലേക്ക് ഓടിയിട്ട് വീഡിയോ ഒക്കെ എടുത്തു. ഒരു 10-20 മിനിറ്റൊക്കെ ഈ ഒരു ലൈറ്റ് ഷോ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അടുത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. കുട്ടികളൊക്കെ കെട്ടിപ്പുറക്കി ഇത്രയും ദൂരം വന്നതല്ലേ, അപ്പോൾ അടുത്തുനിന്ന് ഇത് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അവർക്കും ഭയങ്കര നഷ്ടമാവും. പിന്നെ പറഞ്ഞാൽ നമ്മളെപ്പോഴും വന്ന് കാണുന്നൊരു പ്ലേസ് അല്ലല്ലോ, എപ്പോഴേലൊക്കെ വന്ന് കാണാൻ പറ്റും. ഇതന്നെ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എപ്പോഴാണ് ഇതിന് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇനി വരണമെന്നൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഇത് അടുത്തുനിന്ന് കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൊണ്ട് നമ്മൾ കുറച്ചും കൂടി മുന്നിലേക്ക് ഓടിപ്പോയി. എല്ലാ ഭാഗത്തെ ലൈറ്റും ഓഫാക്കിയതുകൊണ്ട് തന്നെ നമുക്ക്
ഏതിലേ പോണേ എങ്ങോട്ടാണ് എത്തണതെന്നൊന്നും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആകെ ഇരുട്ടായിരുന്നു. എന്തായാലും നമ്മൾ അവരെ കൈയൊക്കെ പിടിച്ചിട്ട് കൊണ്ടുപോയിട്ട് മുന്നിൽ തന്നെ അത് ശരിക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഈ ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഇന്ന് ഈ ഷോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ തിരക്ക് ആ സമയത്ത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ലൈറ്റ് ഷോ നടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഞാനത് മ്യൂട്ടാക്കി വെച്ചതാണ്. പകരം വേറെ ഒരു മ്യൂസിക് കൊടുക്കാം. നിങ്ങൾക്കത് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് കണ്ടാൽ മതി കേട്ടോ.
9:30 ആയപ്പോഴാണ് കേട്ടോ ഈ ഒരു ഷോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്തിന് നമ്മൾ കുട്ടികൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് വേഗം തിരിച്ചു പോന്നു. വണ്ടിയിൽ കയറി എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 1 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പാലക്കാട് എത്തി. ആ സമയത്ത് തിരിച്ചു പോന്നപ്പോൾ ചേട്ടനായിരുന്നു ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു ആൾക്ക്. അപ്പോൾ ആ ഒരു ടെൻഷനിലായിരുന്നു. ഞാൻ കാര്യമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് രാത്രിയൊക്കെ നമ്മൾ തിരിച്ചു പോരുമ്പോൾ. പാലക്കാട് റൂട്ടായതുകൊണ്ട് തന്നെ വലിയ ലോറികളും വണ്ടികളൊക്കെ ആയിരുന്നു. പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട് മുന്നിലുള്ളത് കൊണ്ട് തന്നെ കുറേ സമയമൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പക്ഷേ ഉറക്കം നന്നായിട്ട് വന്നപ്പോൾ ഞങ്ങളൊരു തട്ടുകടയിൽ കയറിയിട്ട് ഒരു കട്ടൻ ചായയും ഓംലേറ്റൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.